ഹരി നന്ദിനിയുമായി സംസാരിക്കുന്നു. നമുക്ക് നമ്മുടേതായ ജീവിതം തുടങ്ങണം. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. മഹേഷ് നന്ദിനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നന്ദന സൂക്ഷിക്കണം, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. തന്നെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപകടപ്പെടുത്താനും? ഉണങ്ങാനിട്ട തുണികളെടുക്കുന്ന നന്ദന. ഹോസ്പിറ്റലിലാക്കാനുള്ള മുത്തശ്ശിയുടെയും വിദ്യയുടെയും തീവ്ര ശ്രമം. നന്ദിനിയും കൊണ്ട് മുത്തശ്ശിയും വിദ്യയും ഹോസ്പിറ്റലിലേക്ക്. ഇനി തുടർന്ന് കാണുക. മോളെ വിദ്യ, ഒന്ന് വേഗം ആവട്ടെ. ആ സ്ട്രക്ചർ ഒന്ന് എടുത്തേ, പെട്ടെന്ന് വരുമോ? മോളെ എന്റെ മോക്കൊന്നും വരുത്തില്ല ഈശ്വര. ദീപു ഉണ്ടാണല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം. ശരി ഡോക്ടർ. ഇമ്മീഡിയറ്റ്ലി. ഓക്കെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ ഡോക്ടർ പറഞ്ഞു. അയ്യോ, കൗണ്ടറിൽ ചെന്ന് പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും പറഞ്ഞ് കാർഡ് എടുക്കണം. ഞാൻ പൊക്കോളാം. വേഗം ചെല്ലേ. നിങ്ങൾ തിയേറ്ററിന്റെ മുന്നിലേക്ക് വന്നാൽ മതി. പേഷ്യന്റിനെ ലിഫ്റ്റിലാ കൊണ്ടുപോകുന്നത്. ഡോക്ടർ ഇപ്പൊ വരും, ഇവിടെ നിന്നാ മതി. ഈശ്വര, ഡോക്ടറെ എന്റെ കുട്ടി നോക്കട്ടെ. വിഷമിക്കാതെ. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ലേ? പെട്ടെന്ന് ഇതിന്റെ ബ്ലഡ് ക്രോസ് മാച്ചിങ് നടത്തുക. ശരി സിസ്റ്റർ. ബ്ലഡ് ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. റെഡ് ക്രോസിലോ മറ്റോ ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്യണം. ഗ്രൂപ്പ് ഏതാണെന്ന് ഇപ്പൊ പറയാം.
പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് വേണം. 4-5 പേരെ സംഘടിപ്പിച്ചോളൂ, പെട്ടെന്ന് വേണം. സിസ്റ്റർ ബ്ലഡ് ബാങ്കിൽ ഇതേ ഉള്ളൂ. അകത്തേക്ക് കൊടുക്ക്. കേട്ടല്ലോ, ഇവിടെ ഇനി ബ്ലഡ് സ്റ്റോക്ക് ഇല്ല. നിങ്ങൾ പെട്ടെന്ന് വിളിച്ച് ഏർപ്പാടാക്കണം. ഞാൻ വിളിച്ചോളാം. വേഗം ചെല്ലേ സിസ്റ്റർ. എന്റെ മോള് ക്രിട്ടിക്കലാ, ഓപ്പറേഷൻ കഴിയട്ടെ. അമ്മേ. എന്റെ ഭഗവാനെ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. എന്റെ കുഞ്ഞ് എപ്പോഴും വിളിക്കുന്നതല്ലേ താടൂർക്കാവിലമ്മേ, കാത്തോളണേ. ഭാസ്കരേട്ടാ. സേതുലക്ഷ്മി, ഞാനാ സേതു. ഭാസ്കറിന്റെ ഫോണിൽ നിന്ന് വിളിക്കുക. എന്താ അമ്മേ? ഞങ്ങളിപ്പോ ആശുപത്രിയില്ല. ആശുപത്രിയിലോ? എന്തു പറ്റി? ഒരു മിനിറ്റ്, വണ്ടി നിർത്തിക്കേ. എന്നിട്ട് പറയമ്മേ. ദൈവമേ, കൊല്ലാനോ? വിദ്യേച്ചിയോ? എന്നിട്ടിപ്പോ എങ്ങനുണ്ടെന്ന് പറ. ഓപ്പറേഷൻ തിയേറ്ററില്ല. നീ ഇപ്പൊ എവിടാ? ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? ആ, ഞാൻ ഇപ്പൊ എത്താമേ. ആ, കാർ തിരിച്ചുവിടും. അശ്വിനെ, ആദി, വാ ഇങ്ങോട്ട് വേണം. എന്താച്ചാ? ആശുപത്രിയിൽ വിവരം വല്ലതും പറഞ്ഞോ? ഇല്ല. ആ നാശം പിടിച്ചോളൂ ചത്തോണ്ടോന്ന് വിളിച്ച് ചോദിക്കണ. അമ്മേ മുത്തച്ഛി ഫോൺ കൊണ്ടുപോയിട്ടില്ല അച്ഛാ. ഓ, എന്നാ ഭാസ്കരനെ വിളിച്ച് ചോദിക്കണ. പെട്ടെന്ന് ആവട്ടെ, ചെല്ല്. ഭാസ്കരേട്ടാ, ഞാൻ പ്രതിഭയാ. അശ്വിൻ വിളിച്ചു പറഞ്ഞിട്ടാ വിവരം അറിഞ്ഞത്. എന്താ ഭാസ്കരേട്ട പ്രശ്നം? ഒന്നും പറയണ്ട കുഞ്ഞെ. നന്ദനമോളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിരിക്കുക. രക്തത്തിന്റെ പ്രളയായിരുന്നു. നന്ദനിക്ക് കാര്യമായ കുഴപ്പം വല്ലതുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എല്ലാവരും ഇവിടെ വിഷമിച്ചിരിക്കുക. ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. മോള് വീട്ടിലേക്ക് ചെല്ല്. എന്നാലും നന്ദന ആശുപത്രി കിടക്കുമ്പോ അതൊന്നും സാരമില്ല. വീട്ടിലും ആരെങ്കിലും വേണ്ടേ? മോളെ, വിദ്യ അമ്മയൊന്നും ഫോൺ എടുത്തിട്ടില്ല. എന്റെ ഫോണിന്റെ ചാർജ് ഇപ്പൊ തന്നെ തീരും. എന്നാ വെക്കുകയാണേ. ആ ഷോ, എന്നാലും കഷ്ടമായി പോകും. എക്സ്ക്യൂസ് മീ, ഐസിയു എവിടെ? സെക്കൻഡ് ഫ്ലോറിൽ. ഓക്കെ. എന്താ ഭാസ്കരേട്ട സംഭവിച്ചത്? എനിക്ക് അറിഞ്ഞുകൂടെ ചെയ്തു. ചോര കണ്ട് തല പെരുത്ത് നിൽക്കുക. അമ്മയും വിദ്യയൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്, ചെല്ല്. അമ്മേ, നീ വന്നോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പോഴെങ്ങനെയുണ്ട് നന്ദനയ്ക്ക്? ഓപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. കുറെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. വിദ്യേച്ചി,
പോട്ടേച്ചി വിഷമിക്കാതെ, ഇനിയല്ല ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ കരയാനുള്ള സമയമല്ല. നന്ദനയ്ക്ക് ആപത്തൊന്നും സംഭവിക്കില്ല. അവള് നമ്മുടെ കുട്ടിയല്ലേ. ഹലോ. ആ, മീറ്റിങ്ങിന് ഞാൻ ഉണ്ടാവില്ല. മോക്കൊരു ആക്സിഡന്റ് പറ്റി, ഹോസ്പിറ്റലില്. ആ, ഓക്കെ നാളെ വിളിക്കൂ പ്ലീസ്. സേതു, എന്നാലും കോലത്ത് ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം. ആരാണെന്നൊരു ഊഹമില്ലേ? ഇല്ല, ആരും കണ്ടില്ല. എന്റെ വീട്ടിൽ കടന്ന് ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കണമെങ്കിൽ അതിനു പിന്നിൽ പവർഫുൾ ആയ ആരും ഉണ്ട്. വീട് കയറി കൊല്ലുമെന്ന് വെച്ചാൽ അതും പട്ടാപ്പകല്. പോലീസിൽ ഇൻഫോം ചെയ്യണം, അതാ അതിന്റെ പ്രൊസീജിയർ. വിദ്യേച്ചി എന്തു പറയുന്നു? സേതു എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. അവള് സുഖപ്പെടുന്നെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ആ, ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇൻസ്പെക്ടർ ഉണ്ടോ? ആ, ഒന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. അത് ഞാൻ ഇൻസ്പെക്ടറോട് പറയാം, നിങ്ങൾ കണക്ട് ചെയ്യൂ. ഹലോ. ആ, ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം സേതുലക്ഷ്മി, നാഷണാലിറ്റി പാർട്ടിയുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. മനസ്സിലായി. ഗുഡ് മോർണിംഗ് മാഡം. അതെ, ഉദിയന്നൂർ കോവിലകത്ത്, അതായത് എന്റെ വീട്ടിൽ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നു. എപ്പോ? ഒരു മണിക്കൂർ മുമ്പാ. എന്റെ ചേച്ചിയുടെ മോളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. എന്താണ് ആ കുട്ടിയുടെ പേര്? നന്ദന. നന്ദന. ആരാണ് ആക്രമണം നടത്തിയെന്ന് വല്ല സൂചനയുണ്ടോ? ഇല്ല. കുത്തുകൊണ്ട ആളുടെ കണ്ടീഷൻ എന്താണ്? അർച്ചന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ഉടനെ അന്വേഷിക്കണം. ആരാണെങ്കിലും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ശരി മാഡം. ഓക്കെ, താങ്ക് യു. സേതുലക്ഷ്മിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ സംഭവം നടന്നു എന്ന് പറഞ്ഞു. അതെ സർ. മർഡർ അറ്റംപ്റ്റ് ആയിരുന്നോ? അന്നേരം ഞാനിവിടെ ഇല്ലായിരുന്നു സർ. ഇതാരാ? നാത്തൂന്റെ മക്കളാ. എന്തായിരുന്നു സംഭവം? ഞങ്ങൾക്കറിയില്ല സർ. ഒരാൾ ഇവിടെ ഇല്ലായിരുന്നു, ഉള്ളവര് കണ്ടതുമില്ല. എന്തോന്നാ ഇത്? നാത്തൂന്റെ മോളാണ് സർ നന്ദന. ആര്? നന്ദനേന്നാ ആ കുട്ടിയുടെ പേര്. അപ്പുറത്ത് തുണികളെല്ലാം കൂടി അലക്കി ഉണക്കാനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥി ചെന്നപ്പോഴാ നന്ദന കുത്തുകൊണ്ട് കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. കുത്തിയതാണെന്ന് എങ്ങനെ മനസ്സിലായി? അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സർ നന്ദനെ. ചോദിച്ചില്ല. സംഭവം നടന്ന സ്പോട്ട് എവിടെയാ? അപ്പുറത്താ. വരണം. വാ.
ബ്ലഡ് സാമ്പിളും മറ്റു തെളിവുകളും കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ശരിക്കും ആരായിരിക്കും അറ്റാക്ക് നടത്തിയത്? അറിയില്ല സർ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നന്ദനെ അപകടപ്പെടുത്താനായിട്ട് ഇല്ല സർ, അങ്ങനെ ആരെയും സംശയമില്ല. പേരെന്താന്നാ പറഞ്ഞേ? നന്ദന. നിങ്ങളുടെ പേരാ ചോദിച്ചത്. പ്രതിഭ, നന്ദനയുടെ അമ്മായിയാ. പ്രതിഭയ്ക്ക് എന്താ മൊത്തത്തിലൊരു പരിങ്ങല് പോലെ? എന്റെ ഷോക്ക് ഇതുവരെ മാറിയില്ല സർ. ചുരുക്കത്തിൽ സംഭവം ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഒന്നീ വന്നേ. കത്തി കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും സാധനങ്ങൾ കൊണ്ടാണോ കുത്തിയത്? പറയാൻ. ഞങ്ങൾ കണ്ടില്ല സർ. അശ്വിനെ, എടാ ആദിത്യ, ഈ വാതിലൊന്ന് തുറക്കടാ. അതാരാ? എടാ ആരാണോ വന്നിരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ ഓടി വന്ന് അതാരാണെന്ന്? തുറക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അച്ഛനാ സാർ. അറിയാ ചവിട്ടി പൊളിക്കുന്നത്. എന്താ അയാൾ ഒച്ചയെടുക്കുന്നത്? വാ. സാറേ, സാറേ, ദേ ഇവിടെ ഇവിടെ ഇവിടെ. അതെ, കയ്യിൽ ഫോണില്ലാത്തോണ്ടാ സാറിനെ വിളിക്കാണ്ടിരുന്നത്. എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. ആരാ ഇയാളെ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ഞാൻ പറയാം സാറേ. എന്റെ ഭാര്യ വിദ്യാഭാരതി, അവൾക്ക് ഭ്രാന്ത, മുഴുത്ത പട്ട്. എന്താ നിങ്ങൾ വൈഫായിട്ട് പ്രശ്നം? ആ നശിച്ച പെണ്ണിനെ ഞാൻ ആശുപത്രി കൊണ്ടുപോണെന്ന് വഴിപഴിച്ച് നടന്ന പഴയ വൈരാഗ്യം വെച്ച് ആരോ അവളെ കുത്തി. അതിന് സാറേ ഞാനാണ് ആശുപത്രിയിലാക്കേണ്ടത്. നിങ്ങൾക്ക് ആ കുട്ടിയോട് ഇത്ര വിരോധം വരാൻ കാരണം എന്താ? എനിക്ക് എന്റേതായ പല കാരണങ്ങളും ഉണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. പറയണം. ആ പെണ്ണെ എന്റെ ആരുമല്ല സാറേ. എനിക്ക് അവളെ ഇഷ്ടമല്ല. നിങ്ങളുടെ വൈഫിന്റെ മകളല്ലേ? അങ്ങനെയാണല്ലോ ഇവര് പറഞ്ഞത്. ആണോ? സാറിന്റെ ഉറപ്പുണ്ടോ? ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വേണ്ട. ഭാര്യയുടെ മകളാണെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ സാറേ? തെളിവൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ ഞാനത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണോ കുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചത്? നന്ദനെ കൊല ആളെ ഏർപ്പാടാക്കിയത് താനല്ലേ? ആയിരുന്നെങ്കിലേ ഞാനത് തുറന്നു പറയുമായിരുന്നു. പിന്നീന്ന് കുത്തുന്ന ശീലം എനിക്കില്ല സാറേ. സാറിന് അറിയാഞ്ഞിട്ടാ. അവളെ തീർന്നു കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനല്ല. എനിക്കതിന് യാതൊരു പങ്കുമില്ല. അല്ലെങ്കിൽ നീ പ്രതിഭയോട് ചോദിച്ചോക്ക്. എനിക്കൊന്നും പറഞ്ഞൂടെ സാറേ. സാറേ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഈ മുറി തുറന്നിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് വിടുവോ? എവിടെയാ എന്റെ താക്കോല്? വിദ്യാർത്ഥിയുടെ കയ്യിലാ സാറേ. അയ്യോ സാറേ, പോവാണോ സാറേ? സാറ് പോവാ? ഇനി ഞാൻ വരും. അപ്പൊ കാണാം.